ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇപ്പോൾ കുറേ നാൾ കൂടി, ഏകദേശം ഒരു 1 ഇയറോട് കൂടിയാണ് ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ കൂടെ ഷോർട്ട് വീഡിയോ ഇടുമായിരുന്നല്ലോ. അപ്പോൾ ഇനി തൊട്ട് ഞാൻ ലോങ് വീഡിയോ ഇടാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ അല്ല ഇവാഞ്ചുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പപ്പടവും ആയിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രണ്ട് കോമ്പിനേഷൻ മിക്സ് ചെയ്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സും വെച്ച് ഫുഡിൽ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അവൾ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ട് വരും. അപ്പോൾ ഇതാണ് ഞാൻ മിക്ക ദിവസവും അവൾക്ക് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അങ്ങനെ നമുക്ക് അവൾ റെഡി ആയിരിക്കുകയാണ്. 7:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ റെഡിയാവും. 7:30 ആകുമ്പോൾ ബസ് വരും. അങ്ങനെ അവൾ ബസ്സിലൊക്കെ കയറി പോയി കഴിഞ്ഞിട്ടാണ് ഞാനിനി എൻ്റെ കാര്യത്തിലേക്ക് കിടക്കുന്നത്. ആദ്യം തന്നെ ഞാനിങ്ങനെ കുറച്ചായിട്ട് ചൂടുവെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്ലാക്സ് സീഡാണ് കേട്ടോ ഇത് നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന അങ്ങനെ ജ്യൂസിലൊന്നും ഇട്ടല്ല കുടിക്കുന്നത്. എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് ഇത് കഴിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടും. അങ്ങനെയാണ് കഴിക്കുക. അപ്പോൾ അത് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് പുട്ടും കടലക്കറിയും ഒരു മുട്ടയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് പർച്ചേസ് നടത്താനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് ഓഫറൊക്കെ നോക്കി നമുക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ടല്ലോ. ഒരുപാട് റേറ്റ് ഉള്ളതും റേറ്റ് ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കി നമുക്ക് മേടിക്കാം. പിന്നെ വൈഡ് വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കി നല്ല ക്വാളിറ്റിയിലുള്ള സംഭവങ്ങൾ കിട്ടും. എന്നാൽ അധികം റേറ്റും ആവത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയി ആവശ്യമുള്ളതെല്ലാം വാങ്ങി നമ്മളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. എപ്പോഴും നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ നമ്മുടെ ഓവർ ബഡ്ജറ്റ് ആവാതെ നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കി. ഇതായിരുന്നു ലഞ്ച്. ഇത് റെഡ് റൈസും അതേപോലെ സ്റ്റീംഡ് വെജീസാണ് കേട്ടോ. ഇത് രണ്ടും ഒട്ടും കോമ്പിനേഷനില്ല, പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഇല്ല. ഭയങ്കര ഹെൽത്തി ആയതുകൊണ്ടായിരിക്കും. ഹെൽത്തി ഫുഡ്സൊക്കെ അധികം ടേസ്റ്റ് ഇല്ലാത്തതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഫിഷ് കറിയും യോഗേർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ നാളത്തേക്ക് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് റാഗി ദോശയാണ്. അപ്പോൾ 200 ഗ്രാം റാഗിയും അതിലേക്കൊരു 100 ഗ്രാം അരിയും പിന്നെ ഒരു 50 ഗ്രാം ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നാളെ ഉണ്ടാക്കി നോക്കും. റെഡിയായി വരുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ആദ്യത്തെ ട്രൈ ആണിത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇത് നാളെ എന്തായാലും ഇഡ്ഡലിയോ ദോശയോ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഉച്ചക്കത്തെ നമ്മുടെ സ്റ്റീംഡ് വെജീസ് ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാൻ അതൊന്ന് സ്റ്റിർ ഫ്രൈ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇത് മൾട്ടിഗ്രെയിൻ്റെ ദോശയാണ് കേട്ടോ. അപ്പോൾ ആ ദോശയും ആ വെജീസും പിന്നെ നമ്മളുടെ എഗ് വൈറ്റും ഫിഷ് കറിയും കിട്ടിയായിരുന്നു ഇന്നത്തെ ഡിന്നർ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.